ശേ, കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ നീങ്ങുന്നത്. പനിക്കിടയിൽ ശുശ്രൂഷയും ചായ കുടിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോവുമല്ലോ. പങ്കജം, ചായ ആയില്ലേ ഇതുവരെ? ഇതൊരു അവസരമാണല്ലോ. ചോദിച്ച കേട്ടില്ലേ നീ? സത്യാമ്മ ചായ ഇടാൻ വന്നതാണോ? ഞാൻ ചായ ഇടാനോ? നീയല്ലേ എന്നും ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്? എന്നും ചായ ഇടുന്നത് ഞാൻ തന്നെയാ. പക്ഷെ ഞാനിവിടെ വന്നിട്ട് അധികമൊന്നും ആയില്ലല്ലോ. ഇവിടുത്തെ ശീലങ്ങളൊന്നും വലിയ പരിചയമായില്ല. ഇപ്പൊ രോഹിത് മോൻ ഇവിടെ വന്ന് ചായ ഇട്ടോണ്ട് പോകുന്ന കണ്ടു. ചോദിച്ചപ്പോ പറഞ്ഞു പോയി ചായ ഇട്ടോണ്ട് വരാൻ ശ്യാമ മോള് പറഞ്ഞു എന്ന്. ഇവിടെ ഭർത്താക്കന്മാരാണോ ഭാര്യമാർക്ക് ബെഡ് കോഫി കൊടുക്കുന്നതെന്ന് ഒരു സംശയം. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുക സത്യമേ. അവൾ അത്രയ്ക്കായോ? ഇപ്പൊ തീർന്നോളും ചായ പങ്കുവയ്പും മരുന്ന് ശുശ്രൂഷയൊക്കെ. ഇയാളുടെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഞാനീ ചെയ്യുന്നത് ഒരു കടന്ന കയ്യാ. എന്നാലും സാരമില്ല. ഇന്നലെ രാത്രി പനി പിടിച്ച് പറിച്ചു കിടന്ന് എന്നെ പരിചരിച്ച് നേരെയാക്കിയതല്ലേ. അതിനുവേണ്ടി ഉറക്കം വിളക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം ഒരു സ്പെഷ്യൽ ഓഫർ. ഇന്നിതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല കേട്ടോ. ഹലോ, അതെ, ഹലോ ശ്യാമേ, എടോ എണീക്കടോ. തനിക്ക് കൊണ്ടുവന്നതാ. പേടിക്കണ്ട, ചായ വിഷമൊന്നും അല്ല. കുടിക്കടോ. ശ്യാമേ, നാണമില്ലേടി നിനക്ക്? ഭർത്താവിനെ കൊണ്ടാണോ ബെഡ് കോഫി ഇടിപ്പിക്കുന്നത്? എന്നിട്ട് നീ ഇവിടെ കാലം നീട്ടിയിരിക്കുന്നോ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചടി നീ? സത്യമേ, അത് ശ്യാമയുടെ കുറ്റമല്ല. മിണ്ടി പോകരുത് നീ. എടാ, പെണ്ണിന്റെ ചന്തം കണ്ട് തുടക്കത്തിലെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാടാ പിന്നീട് ജീവിതകാലം മുഴുവൻ അവിടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. ഈ കാലയളവ് മുഴുവൻ രാഘവേട്ടനെ കൊണ്ട് ഒരു ചായ ഇടിച്ചിട്ടില്ല ഞാൻ. എനിക്ക് എത്ര വയ്യെങ്കിലും. ഇത്രയും ദിവസമായിട്ടും നിന്നെ അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ ശ്യാമേ. പുതുമോടിയാണല്ലേ എന്നോർത്ത് ശല്യപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ള മര്യാദയല്ല നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. സത്യഭാമയുടെ വീട്ടിൽ കയറി വന്ന് കൊച്ചമ്മ കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ചിറകരിഞ്ഞ് താഴെ ഇടും ഞാൻ. നീ ഇനി എത്ര ഉയരത്തി പറഞ്ഞാലും. ശാലിനി, ഒരാഴ്ച 7 ദിവസം തരും ഞാൻ നിനക്ക്. അതിനുള്ളിൽ നീ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കിക്കോ. അവളെ മാനത്തൂന്ന് ഇറക്കി താഴത്തേക്ക് കൊണ്ടുവാ. ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ പഠിപ്പിക്ക. എങ്കിൽ മാത്രം നിനക്ക് നിന്റെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകാം.
വേണ്ടത്? കളക്ടർ ആവണോ? അതിനുവേണ്ടി ഇനി എന്റെ മുതുക്കത്ത് ചവിട്ടണോ? നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ബലി കൊടുത്തോണ്ടിരിക്കുക ശ്യാമയുടെ ജീവിതം. ഇനി സത്യാമ്മയുടെ ചവിട്ടടിയിൽ അടിമയാവണമെങ്കിൽ അതും ആവാം. പോ പുറത്ത്. ഈ റൂമിലെങ്കിലും അല്പം മനസ്സമാധാനം വേണമെന്നുണ്ട് എനിക്ക്. ഉപദേശിക്കാനും ഗുണദോഷിക്കാനും നാക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ ടേപ്പ് ചെയ്ത് വെച്ചാ മതി. സൗകര്യം പോലെ ഞാൻ വന്ന് കേട്ടോളാം. ഞാനത് വെറുതെ ഇറങ്ങി പോവാൻ. ശ്യാമേ, ഐ എം സോറി. ഇയാളോട് ഞാൻ ആവശ്യപ്പെട്ടോ എനിക്ക് ചായ ഇട്ടോണ്ട് വരാനായിട്ട്? ദാഹിച്ച് തൊണ്ട പൊട്ടിയിരിക്കുവായിരുന്നോ ഞാനിവിടെ? ശ്യാമേ, ഇയാള് ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് കാവലിരുന്നല്ലേ. പനി പിടിച്ച് വിറച്ചു കിടന്ന എന്നെ എഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തി ടാബ്ലറ്റ് തന്നു. ചൂട് കുറയാൻ നെറ്റിലെ തുണി നനച്ചിട്ടു. ഒരു രാത്രി എനിക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ചായെങ്കിലും ഇട്ട് തരണ്ടേ? ഓ, ഭർത്താവിന്റെ കടമ അല്ലേ? എന്നാലേ ഇയാളോട് പ്രണയം പൊട്ടി ഒഴുകിയതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇയാളെ താങ്ങി പിടിച്ച് എഴുന്നേപ്പിച്ചതും മരുന്ന് തന്ന് പുതപ്പിച്ച് കിടത്തിയതും ഒക്കെ. ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന അത്രേ ഉള്ളൂ. അത് വെച്ച് കൂടുതൽ സ്നേഹപ്രകടനത്തിനൊന്നും വരല്ലേ. അനുകമ്പയും സഹതാപവും കാട്ടുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എന്നെ കൊല്ലുന്നതാ. എനിക്കിഷ്ടമല്ല അത്. എങ്ങോട്ടാമേ നമ്മളീ പോന്നെ? ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാതെ വിശ്രമമില്ല. അതാണ് എന്റെ സ്വഭാവം. ജഗദീപ് കുമാറിനെ കാണാനാണെങ്കിൽ നേരെ ചിറക്കൽ രാമേന്ദ്രന്റെ വീട്ടിലേക്ക് പോയാ പോരേമ്മേ. എടി, പെൺ വീട്ടുകാര് ചെറുക്കൻ വീട്ടുകാരുടെ വീട്ടിലേക്ക് ആലോചനയുമായിട്ട് ചെല്ലുന്നത് കുറച്ചിലാടി. എന്നാലൊരു ദല്ലാൾ വഴിയോ ഏതെങ്കിലും മാരേജ് ഏജൻസി വഴിയോ സമീപിച്ചാ പോരെ? എടി, ചെറുക്കൽ രാമചന്ദ്രന്റെ മകന്റെ വിവാഹം എന്ന് പറയുമ്പോ എത്ര സുസ്മിതമാരുടെ പ്രൊഫൈല് അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. അതാ പറഞ്ഞത്, ജഗദീപ് കുമാറിനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയിട്ട് വേണം ചെറുക്കൽ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. അവർക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു പ്രൊപ്പോസൽ ആയിരിക്കണം ഇത്. ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിലും ആ വായി നോക്കി പേഴ്സണൽ മാനേജർ അല്ലേ അറ്റൻഡ് ചെയ്തുള്ളൂ. ഇനിയിപ്പോ ജഗദീപ് കുമാറിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ജിമ്മും സ്വിമ്മിംഗ് പൂളും ഹോം തിയേറ്ററും എല്ലാം സ്വന്തമായിട്ടുള്ള ഒരാള്. അതുപോലത്തെ ഒരു VIP എപ്പോ പുറത്തിറങ്ങും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ. അയാൾ പതിവായി വരുമെന്ന് ശ്രദ്ധ പറഞ്ഞ റെസ്റ്റോറന്റിലൊക്കെ നമുക്കൊന്ന് തപ്പി നോക്കാടി. കിട്ടും. കിട്ടാതെ എവിടെ പോകാന്? അവര് ഈ വഴിക്ക് വരുമെന്നല്ലേ ശ്രദ്ധ പറഞ്ഞത്? ആ അതെ. അത് കാണുന്നില്ലടാ. എന്നാ ഞാൻ പോയി അവരെയും എടുത്തോണ്ട് വരട്ടെ, ഹനുമാനെ പോലെ. രൂപം കൊണ്ടൊക്കെ, പക്ഷെ നിനക്കതിനുള്ള ഊർജമൊക്കെ ഉണ്ടാവൂടാ. എടാ ജയദീപേ, ഈ കളിക്കൊക്കെയുള്ള കാശ് ഇറക്കുന്നതേ എന്റെ ജാമ്യത്തിലാ. ഇതിനിടയിലെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. അയ്യോ സുല്ല്, എടാ ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ, അപ്പോഴേക്കും നീ പിണങ്ങിയ. എടാ ചന്തു, ഞാൻ ഈ കാറിന്റെ ബോണറ്റ് ഒന്ന് പൊക്കി വെച്ചിട്ട് ഒരു ഒട്ടകപ്പശി പോലെ നിൽക്കട്ടെ. അല്ല, സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ഈ നായകനും നായികയും കൂടെ. അത് ഈ കാറ് കേടാവുമ്പോഴത്തേക്കും നായിക ലിഫ്റ്റ് കൊടുക്കുന്ന പോലെ.
നീ ഇവിടെ ഒട്ടക പക്ഷി പോലെ നിൽക്കുന്നില്ലെന്ന് എനിക്ക് വിരോധമില്ല. പക്ഷെ കാറിലെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും പട്ടി. കാറിൽ ഒരു പോറൽ പോലും ഏൽക്കില്ലാന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ 4000 കുടുവയ്ക്ക് ഇതിന്റെ ഉടമസ്ഥന് ഇത് വാടകയ്ക്ക് തന്നത്. എന്നാ പിന്നെ ഞാൻ ഒറിജിനാലിറ്റി വേണ്ടെന്ന് വെക്കാം. വരുന്നുണ്ട്. എടാ ഇതിപ്പോ എന്താ നിന്റെ ഭാവം? എടാ അവളുമായിട്ട് കൂടുതലൊരു ഇന്റിമസി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ദേഹമ്മേ, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ എന്താടി? ദേ നിൽക്കുന്നു ജഗദീപ് കുമാർ. അതോ? ആ അത് തന്നെ. മുസ്തഫ, കാർ നിർത്ത. എന്താ അമ്മേ? നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാടി. വരുന്നുണ്ട്. വാ ഇറങ്ങ. ജഗദീപ് സർ, ഞാൻ സരള. ജഗദീപ് സർ, ഇതെന്റെ മകൾ സുസ്മിത. ഇവർക്ക് സാറിന് പരിചയമുണ്ട്. സോ വാട്ട്, സെലിബ്രിറ്റി ആയിപ്പോയി അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക്. സാറിന് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. ആ ഒരു കോടീശ്വരന്റെ പുത്രനാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണല്ലോ, ക്വൈറ്റ് നാച്ചുറൽ. ഇവള് സിംഗിൾ ആണ് സാർ. പക്ഷെ കണ്ട ഡബിളാണെന്നേ പറയും. സാറെന്താ ഈ പെരുവഴിയിൽ ഇങ്ങനെ? ഫെയ്റ്റ്, ഈ ഡാഡി അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു CR കുറഞ്ഞുള്ള വണ്ടികളൊന്നും വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് ഇടരുതെന്ന്. ഇതേ കണ്ടില്ലേ, പുതുപുത്തനായിട്ടിരുന്ന വണ്ടിയാണ്, ഇതേ ഇപ്പൊ പണി മുടക്കി റോഡിലെ. അതുപോലെ ഈ വണ്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റോഡുകളൊക്കെ എങ്ങനെയാണ്, അതേ കാള വണ്ടി ഓടിക്കാനേ ഉള്ളാവും. ഇവിടുത്തെ ടോട്ടൽ സിസ്റ്റം തന്നെ ശരിയല്ലെന്ന്. അപ്പോ സാറ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി നിൽക്കാം. അങ്ങനെയും പറയാം. ഞങ്ങള് സാറിനെ ഡ്രോപ്പ് ചെയ്യാം. ഈ വണ്ടിയില? അതെ. അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. വരണം സർ. ചന്തു, ഈ പാട്ട വണ്ടി ഇനി നമുക്ക് വേണ്ട. കിട്ടുന്ന വിലക്ക് ഡിസ്പോസ് ചെയ്തേക്കണം. അത് ₹1 ₹1, അത്രയും മതി. അതിനത് നിന്റെ പിതാജിയുടെ വണ്ടിയല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഇങ്ങോട്ടിരിക്കാം സർ, കുലുക്കൊക്കെ കുറവായിരിക്കും. ഈ കോട്ട് വിട്ടുകൊണ്ട് കയറിയുള്ള സ്റ്റാൻഡേർഡൊന്നും ഈ വണ്ടിക്കില്ല, അതുകൊണ്ട് കോട്ട് ഊരിയേക്കാം. ചന്തു, ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാ? ശരി സാർ. ഇങ്ങോട്ടിരിക്കാം സർ. മുസ്തഫ, വണ്ടി എടുക്ക. ശരി മാഡം. ആ ചന്തു എന്ന് പറയുന്ന ആരാ സർ? ചന്തു എന്റെ പേഴ്സണൽ മാനേജറാ. കഴിയുമെങ്കിൽ അങ്ങേരെ ഒന്ന് മാറ്റണം കേട്ടോ.
സാറിന്റെ സ്റ്റാറ്റസിനെ പറ്റിയ ആളല്ല. എന്തിട്ട്? ഇന്നലെ രാത്രി ഞങ്ങൾ സാറിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. അപ്പൊ അയാൾ അറ്റൻഡ് ചെയ്തത് ഒരുമാതിരി കച്ചറ സംസാരവും സംസ്കാരവും ഇല്ലാത്ത പെരുമാറ്റവും. അതല്ലേ ഒറിജിനൽ ജഗദീപ്. അല്ല, നിങ്ങൾ എന്തായിരുന്നു എന്നെ വിളിച്ചിരുന്ന? ഇവളുടെ പ്രപ്പോസലിന്റെ കാര്യം പറയാനാ. ഇവൾക്ക് സാറുമായുള്ള ബന്ധത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാനാ. കൺട്രോൾ ജഗദീപേ, കൺട്രോൾ. അല്ല, സാറിനെ എവിടെയാ വിടേണ്ടത്? എന്നെ വീട്ടിലേക്ക് വിട്ടാ മതി. രാമേന്ദ്രൻ സാറിന്റെ വീടല്ലേ? എനിക്കറിയാം. പറഞ്ഞതുപോലെ ഞാനിപ്പോ ചെറുക്കൽ രാമേന്ദ്രന്റെ മോനാണല്ലോ. എന്തോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറും. എന്റെ ശിവനേ, ഇതിന് എന്തോന്ന് പറഞ്ഞ് തടി തപ്പും. മുസ്തഫ, വണ്ടി നേരെ ചെറുക്കൽ രാമേന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ. ശരി. അല്ല, എന്നെ അവിടെ തന്നെ വിടണമെന്നില്ല. വഴിക്ക് എവിടെയെങ്കിലും ഇറക്കി വിട്ടാലും മതി. ഞാൻ സാരമില്ല ജഗദീപ് സാറേ, കുറച്ചു ദൂരം വണ്ടി ഓടണമെന്നല്ലേ ഉള്ളൂ. വണ്ടിയിൽ ആവശ്യത്തിലേറെ ഡീസലുണ്ട്. സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞങ്ങള്? എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടാ. അല്ലെ, എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന്. ചെറുക്കൽ രാമചന്ദ്രൻ സാറിന്റെ മോൻ ജഗദീപിനെ ബസ് സ്റ്റോപ്പിൽ വിടാനോ? അങ്ങനൊരു മോശം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എന്നാലും ഈ കുറച്ചത് എന്റെ അടുത്ത് വേണ്ടായിരുന്നു. അല്ല, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ജഗദീപ് സാറ് എന്ത് പറഞ്ഞാലും സാറിന് ഞങ്ങള് സാറിന്റെ വീട്ടിലേ വിടും. എന്റെ ശിവനേ, ഇതിനകത്തുനിന്ന് ചാടാനും നിവൃത്തിയില്ലല്ലോ. ആ വഴിയില രാമേന്ദ്രൻ സാറിന്റെ വീട്. ഞാനിതുവഴി പാസ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലേ ജഗദീപ് സാറേ? ആണെന്ന് തോന്നുന്നോ? അപ്പോ സാറി വീട്ടിലല്ലേ താമസം? ശരിയാ, ഞാനും ആ വീട്ടിലെ താമസം. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ശിവനേ, ആ ഗൂർക്കയോട് ഗേറ്റ് തുറക്കാൻ പറയണം സർ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗേറ്റ് തുറക്കാതെ നമ്മൾ എങ്ങനെ അകത്തേക്ക് പോകും? അതിന് നമ്മളകത്ത് പോകുന്നില്ലല്ലേ. പിന്നെ ഞാൻ മാത്രമല്ലേ പോകുന്നുള്ളൂ. ഞാൻ നടന്നു നോക്കോളാന്നേ. അപ്പോ ഞങ്ങള് വരണ്ടേ? അതെ, തൽക്കാലം വരണ്ട. അപ്പോ സാറിന് ഞങ്ങൾ അന്യര? അയ്യോ, അതല്ല ആന്റി. പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഇപ്പോ ഈ ഇരിക്കുന്ന കുട്ടിയോട്, എന്താ കുട്ടിയുടെ പേര്? സുസ്മിത. സുസ്മിത. ഈ സുസ്മിതയോട് എനിക്കൊരിഷ്ടം തോന്നിയെന്നിരിക്കട്ടെ. അയ്യോ, അങ്ങനെ തോന്നിയോ? തോന്നിന്നല്ല, ഭാവിയിൽ അങ്ങനെ തോന്നിയാൽ ആൾ എന്റെ അമ്മ ഒരിക്കലും ഞങ്ങളുടെ മാരേജിന് സമ്മതിക്കത്തില്ല. മുൻപരിചയം ഉള്ളതുകൊണ്ട് അമ്മ ലവ് മാരേജ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അമ്മയ്ക്ക് ഈ ലവ് മാരേജ് എന്ന് കേൾക്കുന്നത് ദേഷ്യമാണെന്നേ. അമ്മയുടെ നോട്ടത്തിൽ ലവ് മാരേജ് എല്ലാം പരാജയമാണെന്ന. കാരണം അമ്മയുടെ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ. ഓ, കഷ്ടം. അതല്ലേ
എന്നാ പിന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട. സാറ് തന്നെ പോയാ മതി. ആ അതാ ഞാൻ പറഞ്ഞേ. എന്നാ ശരിയേ. गाड़ी यहाँ क्यों रुक कर दिया? जाओ, रास्ता से निकल जाओ. എന്താ മേള് പറയുന്നേ? വണ്ടി മാറ്റാൻ. മുസ്തഫ, കുറച്ച് മാറ്റി പാർക്ക് ചെയ്യാം. जी साहब, अभी जाती हूँ. जा 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 जा. താങ്ക് യു. ഭാഗ്യം, മരണങ്ങൾ പോവാൻ തോന്നുന്നു. ए, रुक रुक. कहाँ जा? इधर रुको. ഇവിടെ നിർത്താൻ.